നന്ദകുമാർ. നന്ദകുമാർ. അശ്വമേധത്തിന്റെ ആരംഭകാലം മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കൈരളി ടിവിയുടെ പ്രമുഖനായ ക്യാമറാമാൻ ശ്രീമാൻ നന്ദകുമാർ മേനോനെ മനസ്സിൽ ഓർമ്മിക്കുന്നു. നന്ദകുമാർ മേനോൻ ഇപ്പോൾ ഖത്തർ ടെലിവിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറാമാനായി സേവനമനുഷ്ഠിക്കുന്നു. അപ്പോ നന്ദകുമാർ എന്ത് ചെയ്യുന്നു? ഞാനൊരു കേബിൾ ടി വി ഓപ്പറേറ്ററാണ്. ആണ്. ശരി നന്ദനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സൗത്ത് ഇന്ത്യ? നോ. ടെലിവിഷൻ രംഗമാണോ അദ്ദേഹത്തിന്റെ മേഖല? നോ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. സ്പോർട്സ്, സയൻസ്, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? നോ. ഉദ്യോഗസ്ഥൻ, ബിസിനസ്മാൻ, പ്രൊഫഷണൽ? യെസ്. അതല്ല പ്രസിദ്ധിയുടെ കാരണം. അതല്ല പ്രധാന പ്രസക്തി. 10 ചോദ്യങ്ങൾ. യജ്ഞം. ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി? ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി? യെസ്. ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി? യെസ്. മോശമായ ഒരു സംഭവമാണത്. ഒരു ക്രൈമാണോ? യെസ്. കൊലപാതകം? എന്താണ്? കൊലപാതകമാണോ? നോ നോ നോ. സെക്ഷുവൽ അസാൾട്ട്? നോ നോ. 50 വയസ്സിന് മുകളിൽ പ്രായമില്ല എന്നല്ലേ പറഞ്ഞത്? യെസ്. ഇപ്പോൾ അദ്ദേഹം ജയിലിലാണോ? നോ. 16 ചോദ്യങ്ങൾ. രാജസൂയ. സാമ്പത്തികമായ ക്രമക്കേട്? നോ. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട തെറ്റ്? നോ. ടെററിസം, അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ്? നോ. സ്ട്രീക്കിംഗ് നടത്തിയ ആളാണോ? നഗ്നതാ പ്രദർശനം നടത്തി കുപ്രസിദ്ധനായ ആളാണോ? നോ. പറഞ്ഞോളൂ. കൈലാസ് നാഥ് സോണി. മറ്റേ നദി വിലക്ക് വാങ്ങിച്ച കക്ഷി. യെസ്. പറയൂ, കൈലാസ് നാഥ് സോണിയെ കുറിച്ച് കൂടുതൽ പറയൂ. 1996 ശിവനാഥ് നദിയുടെ 22.6 കിലോമീറ്റർ ഭാഗം 22 വർഷത്തേക്ക് ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങി. ഈ 22 കിലോമീറ്റർ ഭാഗത്തെ വെള്ളത്തിന്റെ അവകാശം ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിന് അനുവാദം കൂടാതെ അതിൽ നിന്ന് ആർക്കും വെള്ളം എടുക്കാൻ കഴിയില്ല. ഛത്തീസ്ഗഡ് സ്വദേശി. ഇതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റെന്ത് എന്ന് ചോദിച്ചാൽ, 100 കോടിയിൽ പരം ജനങ്ങൾ ജീവിക്കുന്ന ഭാരതം എന്ന ഈ മഹാരാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ സ്രോതസ് പ്രകൃതി വിഭവങ്ങളാണ്. ആ പ്രകൃതി വിഭവ സ്രോതസ്സിൽ പ്രധാനപ്പെട്ട ഒന്നായ ഒരു നദിയെ ഒരു വ്യക്തി സ്വകാര്യമായ ആവശ്യത്തിന് മാത്രം വിലയ്ക്ക് വാങ്ങുന്നത് വഴി ആ നദിയിലെ അത്രയും ഭാഗത്തെ ജലം സാധാരണക്കാരായ കോടിക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർക്ക് നിഷിദ്ധമാക്കുക എന്ന ഏറ്റവും ഗുരുതരമായ തെറ്റ് തന്നെയാണ് അത് ചെയ്തത്. കൈലാസ് നാഥ് സോണി വാസ് എ ബ്രില്യന്റ് സെലക്ഷൻ കേട്ടോ. കൈരളിയുടെ അശ്വോപഹാരം, അച്ഛനവാച്ച്, ഇത് കുടുംബ നിധി ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ സംഭാവന. അച്ഛനവാച്ചുകൾ മലപ്പുറം. ബേവാച്ച്, കന്യാകുമാരിയിലെ ബേവാച്ച്. ഇതൊരു കൂപ്പൺ.